വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക, ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഡിസംബർ 11 മുതൽ 22 വരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം നയിക്കുന്ന അതിജീവന യാത്ര 18-ാം തീയതി തിങ്കളാഴ്ച ഇടുക്കിയിൽ എത്തിച്ചേരും. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അതിജീവന യാത്രയ്ക്ക് അടിമാലിയിൽ രാവിലെ 9 മണിക്ക് ആദ്യ സ്വീകരണം നൽകും. കത്തോലിക്ക സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന അതിജീവന യാത്ര ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് 18-ാം തീയതിയാണ്. അതിജീവന യാത്രയുടെ ഇടുക്കി രൂപതാതല സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി കൃത്യം 4 മണിക്ക് ഇടുക്കി കവലയിൽ നിന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതിജീവന യാത്രയെ സ്വീകരിച്ച് സമ്മേളന നഗരിയായ കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ ആരംഭിക്കുന്ന രൂപതാതല സമാപന സമ്മേളനം ഇടുക്കി രൂപതാ വികാരി ജനറൽ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, വന്യജീവി ആക്രമണം നിരന്തരമായിട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അത് തടയുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സർക്കാർ സ്വീകരിക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിജീവന യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 11-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച അതിജീവന യാത്ര ഇടുക്കി രൂപതയിലെ ഇടുക്കി ജില്ലയിൽ ഡിസംബർ 18-ാം തീയതി എത്തിച്ചേരുകയാണ്. ഡിസംബർ 18-ാം തീയതി അടിമാലിയിലാണ് ആദ്യത്തെ സ്വീകരണ സ്ഥലം. 9 മണിക്ക് അടിമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ആദ്യത്തെ പൊതുയോഗം ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ മോൺസ് ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ബിജു പറയനിലമാണ് ഗ്ലോബൽ പ്രസിഡന്റ് ഈ ജാഥ നയിക്കുന്നത്. വൈസ് ക്യാപ്റ്റന്മാരായി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, ശ്രീ ജോസൂട്ടി ഒഴികയിൽ, ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ എന്നിവർ ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നു. ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ജെ.ബി. കോശി കമ്മീഷനെ സർക്കാർ നിയോഗിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജെ.ബി. കോശി കമ്മീഷൻ വിവിധ സ്ഥലങ്ങളിൽ സിറ്റിങ്ങുകൾ നടത്തുകയും സമുദായത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം ആ കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, സിജോ ഇലവന്തൂർ, വി.ടി. തോമസ്, ജോർജ് മാവുങ്കൽ, ടി.ജെ. ജേക്കബ് എന്നിവർ കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.